ഹായ് എവ്രി വൺ, വെൽക്കം ടു നിഷ എജു ഹബ്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. UGC നെറ്റ് പേപ്പർ 1 യൂണിറ്റ് 3 ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ്. ഒരു പാസേജ് തന്നിട്ട് അതിനകത്ത് ഒരു 5 or 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മാക്സിമം 6 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. എന്നാലും ഒരു 5 ക്വസ്റ്റ്യൻസ് മിനിമം ഉണ്ട്. അപ്പൊ എളുപ്പത്തിൽ നമ്മൾക്കൊരു 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ടിപ്സ് ടു സോൾവ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആണ്. അപ്പൊ ഈ ഒരു ക്ലാസ് കേൾക്കുന്നതിന് മുമ്പേ ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് എന്തായിരിക്കും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം UGC മാത്രമല്ല UPSC എക്സാമുകൾക്ക്, ബാങ്ക് എക്സാമുകൾക്കൊക്കെ തന്നെ ഈ പാസേജ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനും യൂസ്ഫുൾ ആയിരിക്കും. ആ സ്റ്റുഡൻസിനും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എഴുതുന്നവർക്കും ഈ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് UPSC, UGC, ബാങ്ക് എക്സാമുകളൊക്കെ എഴുതുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഓക്കെ, ഇത് ഈ പാസേജിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. വളരെ ചെറിയൊരു പാസേജ് ആണ്. 2 പാരഗ്രാഫ് വരുന്ന ഒരു പാസേജ് ആണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആൻ ഇമ്പോർട്ടന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ആനിമൽസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ലാംഗ്വേജ്. അപ്പം ലാംഗ്വേജിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ഹ്യൂമൻ ബീങ്സിനും മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഉള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ലാംഗ്വേജിന്റെ കാര്യമാണ്. ഭാഷ, പ്രോപ്പർട്ടി ഓഫ് ലാംഗ്വേജ്. അപ്പൊ ലാംഗ്വേജിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏകദേശം ഫസ്റ്റ് ലൈൻ വായിച്ചപ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടി. ഹ്യൂമൻ ബീങ്സ്, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഭാഷയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, animals have a rudimentary information process, but this process does not have the sophistication and complexity of human language. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആനിമൽസ് ഹാവ് എ റുഡിമെന്ററി ഇൻഫോർമേഷൻ പ്രോസസ്. ആനിമൽസ് എന്ന് പറയുമ്പോൾ അവർക്ക് റുഡിമെന്ററി, അതായത് പ്രാഥമികമായിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ പ്രോസസ് ഉണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയുണ്ട്. പക്ഷെ ഈ ഒരു പ്രോസസ്സിൽ does not have the sophistication and complexity of human language. ഇപ്പൊ മനുഷ്യരുടെ ഭാഷ പോലെയുള്ള സങ്കീർണതയോ, അതായത് സങ്കീർണത, അതുപോലെ സൊഫിസ്റ്റിക്കേഷൻ ഒന്നും തന്നെ ഈ ഒരു പ്രോസസ്സിൽ ഇല്ല. കാരണം അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഉണ്ട്, ഒരു ഇൻഫോർമേഷൻ പ്രോസസ് ഉണ്ട്. പക്ഷെ ഈ ഒരു പ്രോസസ്സിൽ ഹ്യൂമൻ ലാംഗ്വേജിന്റെ പോലെ സൊഫിസ്റ്റിക്കേഷൻ ആൻഡ് കോംപ്ലക്സിറ്റി ഒന്നുമില്ല. സങ്കീർണതയോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ അങ്ങനത്തെ മീൻസ് എന്താ പറയുന്നത്, ലോകപരിജ്ഞാനം, അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. ദേ ആർ ഹാവിങ് ആനിമൽസ് ഹാവ് എ റുഡിമെന്ററി ഇൻഫോർമേഷൻ പ്രോസസ്. ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ പ്രോസസ് ഉണ്ട്. ബട്ട് ദിസ് പ്രോസസ് ഡസ് നോട്ട് ഹാവ് ദ സൊഫിസ്റ്റിക്കേഷൻ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. ഇഫ് 2 dogs communicate, they pass on information, but they can't discuss details the way humans can. ഇപ്പം 2 ഡോഗ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. 2 ഡോഗ്സ് തമ്മിൽ പരസ്പരം അവരുടേതായിട്ടുള്ള ഒരു ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദേ പാസ് ഓൺ ഇൻഫോർമേഷൻ. അപ്പൊ അവർക്ക് പറയേണ്ട കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. പക്ഷേ ദേ കാൺട്ട് ഡിസ്കസ് ഡീറ്റെയിൽസ് ദ വേ ഹ്യൂമൻസ് ക്യാൻ. മനുഷ്യർക്ക് കഴിയുന്ന രീതിയിൽ എന്താണ് ആ ഡീറ്റെയിൽസും ഒന്ന് ഡിസ്കസ് ചെയ്യാൻ അവർക്ക് കഴിയത്തില്ല. While humans are blessed to possess the language faculty, most of the time they don't utilize it to its greatest potential. ഇപ്പൊ ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് ലാംഗ്വേജ്, ആ ഒരു ലാംഗ്വേജ് ഫാക്കൽറ്റി, ദാറ്റ് മീൻസ് അത് ഭാഷയുടെ ഒരു ഇത് പൊസസ് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടല്ലേ. മനുഷ്യർക്ക് സംസാരിക്കാം, ആ ഒരു ലാംഗ്വേജ് ഇതിനെ പൊസസ് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം അവർക്കുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ദേ ഡോണ്ട് യൂട്ടിലൈസ് ഇറ്റ് ടു ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് പൊട്ടൻഷ്യൽ. അതിന്റെ ഏറ്റവും ഒരു ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അവരത് ഉപയോഗിക്കുന്നില്ല എന്നാണ് മിക്ക സമയങ്ങളിലും. മോസ്റ്റ് ഓഫ് ദ ടൈം ദേ ഡോണ്ട് യൂട്ടിലൈസ്. പെർഹാപ്സ് ദിസ് ഈസ് ബിക്കോസ് ഹ്യൂമൻ ബീങ്സ് ടെൻഡ് ടു റിയാക്ട് റാദർ ദാൻ റെസ്പോണ്ട്. ചിലപ്പോൾ ഇതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻ ബീങ്സ്, മനുഷ്യർക്ക് റിയാക്ട് ചെയ്യാനാണ് കൂടുതലും അവർക്ക് ആ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു റെസ്പോണ്ടിങ്ങിന്, അതായത് റെസ്പോണ്ടിനേക്കാളും ഉപരി ദേ ടെൻഡ്സ് ടു റിയാക്ട് റാദർ ദാൻ റെസ്പോണ്ട്. ആൻഡ് എ ലോട്ട് ഓഫ് ദി മെസ്സേജ് ഓഫ് ലാംഗ്വേജസ് ഈസ് ലോസ്റ്റ് ഇൻ ദിസ് റിയാക്ഷൻ. ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതിൽ ആ പറയാനുള്ള മെസ്സേജസിന്റെ ഭൂരിഭാഗവും ഈ ഒരു റിയാക്ഷനിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. In the daily use of language, people forget the complex process involved in order to put even one word in place. അതായത് നമ്മൾ നിത്യേന ഭാഷ ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ആ കേസസിൽ ആളുകൾ
എങ്ങനെ ഒരു സംസാരിക്കുമ്പോൾ ഒരു വാക്ക് കഴിഞ്ഞ് അടുത്ത ഏത് വാക്ക് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോവുകയാണ്. അപ്പൊ അങ്ങനെ ദൈനംദിനമായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള ഒരു കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ആ ഒരു കോംപ്ലക്സ് പ്രോസസ് ഒക്കെ നമ്മൾ മറക്കുകയാണ് അല്ലെ. നമ്മളിങ്ങനെ സംസാരിക്കുന്നു, അല്ലാതെ നമ്മളിങ്ങനെ ഭയപ്പെട്ടാണോ സംസാരിക്കുക, അടുത്ത ഏത് വാക്കാ പറയേണ്ടത്, എങ്ങനെ ഇങ്ങനെ വരുന്നു, അടുത്ത വാക്കുകൾ വരുന്നു, ഇല്ല. എന്താണ്, ഡെയിലി നമ്മൾ ഇങ്ങനെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഇതിനകത്ത് വരുന്ന ആ ഒരു കോംപ്ലക്സ് പ്രോസസ്സ് ആളുകൾ മറക്കുകയാണ് ചെയ്യുന്നത്. ദ വണ്ടർ ഓഫ് ദിസ് പ്രോസസ് ലൈസ് ഇൻ ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് ഇൻവോളണ്ടറി ഇൻ നേച്ചർ. അപ്പൊ ഈ ഒരു രീതിയുടെ ഒരു ആശ്ചര്യം അല്ലെങ്കിൽ ഒരു വണ്ടർ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്, എന്ത് കാരണം കൊണ്ടാണ്? ബിക്കോസ് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ഇൻവോളണ്ടറി ഇൻ നേച്ചർ. അതായത് നമ്മളൊരു എന്താ പറയുന്നത്, ഇൻവോളണ്ടറി ആണ് അല്ലെ, ഒരു മനഃപൂർവ്വമല്ല, നമുക്ക് ഓൾറെഡി നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നതാണ്. അല്ലെങ്കിൽ ഒരു അനിയന്ത്രിതമായിട്ടുള്ള, നിയന്ത്രിതമല്ലാത്ത രീതിയിൽ നമ്മളുടെ ഉള്ളിൽ സംഭവിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് ഇൻവോളണ്ടറി. The whole set of chain processes right from the command in the brain to the forming of words from the message required to the movement of the vocal cords and corresponding movements. അതൊക്കെ നമുക്ക് നിയന്ത്രിതമല്ലാത്ത, അനിയന്ത്രിതമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ആ ഒരു ഫുൾ പ്രോസസ് നമ്മളുടെ ബ്രെയിനിലേക്ക് എത്തുന്നു, അവിടെ നിന്ന് നമ്മൾക്ക് വേണ്ടുന്ന വാക്കുകളൊക്കെ മെസ്സേജ് വഴി നമ്മളുടെ വോക്കൽ കോഡ്സിൽ വരുന്നു, അതുവഴി ആ ഒരു കറസ്പോണ്ടിങ് മൂവ്മെന്റ്സ് ഇങ്ങനെ നടന്നു പോവുകയാണ്. നമുക്കത് നിയന്ത്രിക്കാൻ പറ്റാത്ത നമ്മളുടെ ഒരു എന്താ പറയുക അനൈച്ഛികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ആ ഒരു ഫാക്ട്, ആ ഒരു യാഥാർത്ഥ്യം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന കാര്യത്തിലുള്ള കോംപ്ലക്സ് പ്രോസസ് ഒക്കെ നമ്മൾ മറന്നു പോകുന്നത്. ഓക്കെ, പെർഹാപ്സ് ദ ഹോൾ സജഷൻ ഓഫ് തിങ്ക് ബിഫോർ യു സ്പീക്ക് മേ ലീഡ് ടു എ സൈലന്റ് വേൾഡ്. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക, തിങ്ക് ബിഫോർ യു സ്പീക്ക്, മൊത്തത്തിലുള്ള ഒരു ഹോൾ സജഷൻ ദാറ്റ് മേ ലീഡ് ടു. പക്ഷെ അങ്ങനെ നമ്മൾ ആലോചിച്ച് സംസാരിക്കുക, ബിഫോർ യു സ്പീക്ക് എല്ലാം ആലോചിച്ച് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ദാറ്റ് മേ ലീഡ് ടു എ സൈലന്റ് വേൾഡ്. In the world of daily interaction, language becomes a marker and a means of projecting identity. The people around us identify us with a certain style of using language, and unknowingly, each language user follows this style by habit. It is not a bad idea to record unspoken communication from time to time, as this will assist in removing any unwanted elements that the speech may be expressing. Similarly, it is good idea to step back once in a while and read one's written communication objectively. എന്താ അതിൽ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ തിങ്ക് ബിഫോർ യു സ്പീക്ക്, എപ്പോഴും നമ്മൾ പറയത്തില്ലേ സംസാരിക്കും, നമ്മൾ ഒരു കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ ആലോചിക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ തിങ്ക് ബിഫോർ യു സ്പീക്ക് എന്നുള്ള സജഷൻ ഫോളോ ചെയ്താൽ ദാറ്റ് മേ ലീഡ് ടു എ സൈലന്റ് വേൾഡ്. ഓക്കെ, ഇനി അതുപോലെ അടുത്ത എന്താണ്, ഇൻ ദ വേൾഡ് ഓഫ് ഡെയിലി ഇന്ററാക്ഷൻ ലാംഗ്വേജ് ബിക്കംസ് എ മാർക്കർ ആൻഡ് എ മീൻസ് ഓഫ് പ്രൊജക്ടിങ് ഐഡന്റിറ്റി. നമ്മളുടെ ദൈനംദിന ഇടപെടലുകളാണ്, ഡെയിലി ഇന്ററാക്ഷൻസ് ആണ്, നമ്മൾ ആ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ദൈനംദിന ഇടപെടലുകളുടെ ലോകത്ത് ഈ ഭാഷ, ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് എ മീൻസ് ഓഫ് പ്രൊജക്ടിങ് ഐഡന്റിറ്റി, ഒരു വ്യക്തിത്വം പ്രകടിപ്പിക്കുന്നതിനും അടയാളപ്പെടുത്തുന്നതിനും ഒക്കെയുള്ള ഒരു മാർഗമായി മാറുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ബിക്കംസ് എ മാർക്കർ ആൻഡ് എ മീൻസ് ഓഫ് പ്രൊജക്ടിങ് ഐഡന്റിറ്റി. മനസ്സിലായത്? നമ്മുടെ ദൈനംദിന ഇടപെടലുകളുടെ ലോകത്ത് ഭാഷ എന്നത് വ്യക്തിത്വം, നമ്മളുടെ ഒരു ഐഡന്റിറ്റി പ്രകടിപ്പിക്കുന്നതിനും അടയാളപ്പെടുത്തുന്നതിനും ഒക്കെയുള്ള ഒരു മാർഗമായി മാറും. ദ പീപ്പിൾ അറൌണ്ട് us ഐഡന്റിഫൈ us വിത്ത് എ സർട്ടൺ സ്റ്റൈൽ ഓഫ് യൂസിങ് ലാംഗ്വേജ് ആൻഡ് അൺനോയിങ്ലി ഈച്ച് ലാംഗ്വേജ് യൂസർ ഫോളോസ് ദി സ്റ്റൈൽ ബൈ ഹാബിറ്റ്. ഇപ്പൊ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ അല്ലെ, ദ പീപ്പിൾ അറൌണ്ട് us, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ ഒരു പ്രത്യേക രീതിയിലുള്ള ഭാഷാ ഉപയോഗത്തിലൂടെയാണ് നമ്മളെ തിരിച്ചറിയുന്നത് അല്ലേ. ഇപ്പൊ മലയാളം ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മലയാളികളാണ്. ഹിന്ദി പറയുന്ന സമയത്ത് എന്താണ്, ഹിന്ദിയാണ്. ഈ മലയാളവും ഹിന്ദിയും ഒക്കെ അറിയാവുന്നവർ പറയും, പക്ഷെ ഒരു മെജോറിറ്റി നമ്മൾ ചുറ്റും ഉപയോഗിക്കുന്ന ലാംഗ്വേജിനെ ബേസ് ചെയ്ത് ഇപ്പൊ മലയാളം പറയുന്നവർ മലയാളികളാണ്, ഫ്ലുവന്റ് മലയാളം പറയുന്നവർ മലയാളികളാണ് എന്നുള്ള ആ ഒരു രീതിയാണ്. അല്ലാതെ ഇപ്പം മലയാളം അറിയാവുന്നവർ ഹിന്ദി പറയാറുണ്ട്, ഇംഗ്ലീഷ് പറയാറുണ്ട്, അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രത്യേക രീതിയിലുള്ള ഭാഷാ പ്രയോഗത്തിലൂടെ നമ്മളെ തിരിച്ചറിയുന്നു. പാസേജിൽ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അതുപോലെ അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ദാറ്റ് ഈച്ച് ലാംഗ്വേജ് യൂസർ ഫോളോസ് ദിസ് സ്റ്റൈൽ ബൈ ഹാബിറ്റ്. അങ്ങനെ ഓരോ ഭാഷ ഉപയോഗിക്കുന്ന വ്യക്തികളും ഓരോ ഭാഷ ഉപയോക്താവും ഈ ഒരു
ശൈലി മീൻസ് ബൈ ഹാബിറ്റ്, ആ ഒരു ശീലം, ഈ ഒരു ശീലത്താൽ ഈ ഒരു ശൈലി എന്താണ് ഇങ്ങനെ പിന്തുടർന്നുകൊണ്ട് പോവുകയാണ്. ഇറ്റ് ഈസ് നോട്ട് എ ബാഡ് ഐഡിയ ടു റെക്കോർഡ് വൺ സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ ഫ്രം ടൈം ടു ടൈം ആസ് ദിസ് വിൽ അസിസ്റ്റ് ഇൻ റിമൂവിംഗ് എനി അൺവാണ്ടഡ് എലമെന്റ് ദാറ്റ് ദ സ്പീച്ച് മേ ബി എക്സ്പ്രസിംഗ്. അതായത് ഇപ്പം നമുക്കിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ സംസാരത്തിൽ നമുക്ക് പ്രകടിപ്പിക്കാനിടയുള്ള എന്തെങ്കിലും അൺവാണ്ടഡ് എലമെന്റ്സ്, അതായത് അനാവശ്യ ഘടകങ്ങൾ, ആ ഒരു അനാവശ്യ ഘടകങ്ങളെ റിമൂവ് ചെയ്യാൻ, നീക്കം ചെയ്യാൻ സഹായിക്കുമെന്നതിനാൽ നമ്മുടെ സംസാര ആശയവിനിമയം ഇടയ്ക്കിടെ റെക്കോർഡ് ചെയ്യുന്നത് നല്ലൊരു ആശയമാണ്. അതായത് നമ്മളുടെ സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളൊന്ന് റെക്കോർഡ് ചെയ്ത് കേൾക്കുക. അപ്പൊ നമ്മളെ കൂടുതൽ നമ്മളുടെ സംസാരം എക്സ്പ്രസിങ് ആക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി അതിൽ വരുന്ന അനാവശ്യമായിട്ടുള്ള ഘടകങ്ങളെ റിമൂവ് ചെയ്ത് കളയാൻ ഇത് സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഒന്ന് റെക്കോർഡ് ചെയ്യുന്നത് ഒരു ബാഡ് ഐഡിയ അല്ല, ഇറ്റ്സ് നോട്ട് എ ബാഡ് ഐഡിയ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പം അതിൽ വേണ്ടാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ അത് സഹായിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ സംസാരം എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് മേ ബി മോർ എക്സ്പ്രസ്. ഓക്കെ, അതുപോലെ സിമിലർലി ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ ടു സ്റ്റെപ്പ് ബാക്ക് വൺസ് ഇൻ എ വൈൽ ആൻഡ് റീഡ് വൺസ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഒബ്ജക്റ്റ്. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ അല്പം നമ്മളൊന്ന് മാറി നിന്നുകൊണ്ട് പിന്നോട്ട് മാറി എഴുതിയിട്ടുള്ള നമ്മളുടെ എന്താണ് ഒരാളുടെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എഴുതിയിട്ടുള്ള മെസ്സേജസ്, ആശയവിനിമയങ്ങളെ എന്താണ് വസ്തുനിഷ്ഠമായി വായിച്ചു നോക്കുന്നതും നല്ലതാണ്. ഒബ്ജക്റ്റീവ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൺസ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഒബ്ജക്റ്റീവ്ലി, വ്യക്തിപരമല്ല, വസ്തുനിഷ്ഠമായി വായിച്ചു നോക്കുന്നതും നല്ലതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ ഈ ഒരു പാരഗ്രാഫ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹ്യൂമൻ ബീങ്സിന്റെയും ആനിമൽസിന്റെയും ഒരു പ്രധാന ഡിഫറൻസ് എന്ന് പറയുന്നത് ലാംഗ്വേജ് യൂസേജ് ആണ്. ഓക്കെ, മനുഷ്യർക്ക്, ഹ്യൂമൻ ബീങ്സിന് ആശയവിനിമയം നടത്താൻ കഴിയും, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയും. അവര് വേണ്ടുന്ന വിവരങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ, ബേസിക്കും അല്ലാത്ത എല്ലാ കാര്യങ്ങളും അവർ വിവരങ്ങൾ കൈമാറുന്നു. പക്ഷെ ഇപ്പൊ രണ്ട് ഡോഗ്സ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്താണ്, അവരുടെ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്, പക്ഷെ മനുഷ്യരുടെ രീതിയിൽ അവർക്ക് ആ ഒരു കാര്യങ്ങളെ വിശദമായി ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ മനുഷ്യർക്ക് ഈ ഒരു ലാംഗ്വേജ് ഫാക്കൽറ്റി, ഭാഷാപരമായിട്ടുള്ള കഴിവ് അനുഗ്രഹമായിട്ട് ആ ഒരു ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ഭൂരിഭാഗവും പരമാവധി ആ ഒരു ഗ്രേറ്റസ്റ്റ് പൊട്ടൻഷ്യൽ, പരമാവധി ശേഷിയിൽ അത് ഉപയോഗിക്കുന്നില്ല. കാരണം എന്താണ്? അതിന്റെ കാരണം എന്തുകൊണ്ടാണ്? മനുഷ്യർ റെസ്പോണ്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ദേ ആർ റിയാക്ടിങ്, വൈകാരികമായി പ്രതിഫലിപ്പിക്കാനാണ് കൂടുതൽ പ്രവണത കാണിക്കുന്നത്. അങ്ങനെ പ്രതികരണത്തിൽ, ആ ഒരു വൈകാരികമായ പ്രതികരണത്തിൽ ഭാഷകളുടെ പല സന്ദേശങ്ങൾ, ദാറ്റ് മീൻസ് ലോട്ട് ഓഫ് മെസ്സേജസ് ആർ ലോസ്റ്റ് ഇൻ ദിസ് റിയാക്ഷൻ. അതാണ് ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കിക്കേ. ആദ്യം ഈ കോംപ്രിഹെൻഷൻ ഒക്കെ കേൾക്കുമ്പോൾ കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നും. എന്നാലും 1-2 പ്രാവശ്യം നിങ്ങൾ തന്നെ ഒരു പാസേജ് 1-2 പ്രാവശ്യം ഒക്കെ വായിച്ചു നോക്കുമ്പോൾ, 2 പ്രാവശ്യം വായിച്ചു നോക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. അതുകൊണ്ട് പേടിക്കാനില്ല. Question number 1. The world will become a silent place if people will think. Option A, too much. Option B, before listening. Option C, before responding. And option D, before speaking. അവിടെ എളുപ്പത്തിൽ വളരെ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് പാരാഗ്രാഫിൽ നോക്കിയാൽ നമുക്കറിയാം, പെർഹാപ്സ് ദ ഹോൾ സജഷൻ ഓഫ് തിങ്ക് ബിഫോർ യു സ്പീക്ക് മേ ലീഡ് ടു എ സൈലന്റ് വേൾഡ്. തിങ്ക് ബിഫോർ യു സ്പീക്ക് എന്ന് പറഞ്ഞ സിംഗിൾ ഇൻവേർട്ടഡ് കോമയിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ആൻസർ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ആൻസർ ഓപ്ഷൻ D ആണ്. ദറ്റ് ഈസ് ദ വേൾഡ് വിൽ ബിക്കം എ സൈലന്റ് പ്ലേസ് ഇഫ് പീപ്പിൾ വിൽ തിങ്ക് ബിഫോർ സ്പീക്കിംഗ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ D. Question number 2. The process of language is a wonder because it is option A, a reaction, B, a response, C, smooth, and option D, involuntary. അതും കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദ വണ്ടർ ഓഫ് ദിസ് പ്രോസസ്, സെക്കൻഡ് പാരാഗ്രാഫിന്റെ സെക്കൻഡ് ലൈൻ നോക്കുമ്പോൾ അറിയാം, ദ വണ്ടർ ഓഫ് ദിസ് പ്രോസസ് ലൈസ് ഇൻ ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് ഇൻവോളണ്ടറി ഇൻ നേച്ചർ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഇൻവോളണ്ടറി. കാരണം ആ നിയന്ത്രിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇൻവോളണ്ടറി. അതുകൊണ്ടാണ് ലാംഗ്വേജ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു ആശ്ചര്യം, വണ്ടർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. Question number 3. Which of the following forms is assumed by the language style of a person? Option A, a reaction, B, habit, C, response, option D, a thought. ഇവിടെ അതും പറഞ്ഞിട്ടുണ്ട്, ലാംഗ്വേജ് സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞു. ലാസ്റ്റ് സെക്കൻഡ് പാരാഗ്രാഫിന് ലാസ്റ്റ് വരുമ്പോൾ, the people around us identify us with a certain style of using language and unknowingly each language user follows this style by habit. ശീലം കൊണ്ടാണ്
അവർ ആ ഒരു ലാംഗ്വേജ് സ്റ്റൈല് ഫോളോ ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി എ ഹാബിറ്റ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. When human beings react rather than respond, option A, they lose the message, option B, they lose control, option C, they become optional, and option D, they can't speak. അതും ഫസ്റ്റ് പാരാഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. ലാംഗ്വേജ് പെർഹാപ്സ് ദിസ് ഈസ് ബിക്കോസ് ഹ്യൂമൻ ബീങ്സ് ടെൻഡ് ടു റിയാക്ട് റാദർ ദാൻ റെസ്പോണ്ട് ആൻഡ് എ ലോട്ട് ഓഫ് ദി മെസ്സേജ് ഓഫ് ലാംഗ്വേജസ് ഈസ് ലോസ്റ്റ് ഇൻ ദിസ് റിയാക്ഷൻ. പ്രതികരണത്തിനേക്കാൾ ഉപരി വൈകാരികമായിട്ടുള്ള റിയാക്ഷൻ, പ്രതികരണം കാരണം വൈകാരികമായിട്ട് അവര് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു റിയാക്ഷനിൽ കുറെ മെസ്സേജസ് നഷ്ടപ്പെടുകയാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. വെൻ ഹ്യൂമൻ ബീങ്സ് റിയാക്ട് റാദർ ദാൻ റെസ്പോണ്ട്, ദേ ലോസ് ദി മെസ്സേജ്. Question number 5. Animals do not possess language because option A, the power of speech is missing. Option B, the life breath is missing. Option C, the level of complexity is missing. And option D, the information sharing is missing. So ഇവിടെ ആൻസർ വരുന്നത് നമ്മളുടെ ഫസ്റ്റ് പാരാഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. While humans are blessed to possess the language faculty, most of the time they don't യൂട്ടിലൈസ് ഇറ്റ് ടു ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് പൊട്ടൻഷ്യൽ. അതിന് തൊട്ട് മുന്നുള്ള പാരാഗ്രാഫ് നോക്കി, ലൈൻ നോക്കിയ സെന്റൻസ് നോക്കിയ, ആനിമൽസ് ഹാവ് എ റുഡിമെന്ററി ഇൻഫോർമേഷൻ പ്രോസസ് ബട്ട് ദിസ് പ്രോസസ് ഡസ് നോട്ട് ഹാവ് ദ സൊഫിസ്റ്റിക്കേഷൻ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. അവിടെ ഹ്യൂമൻ ലാംഗ്വേജിന്റെ സങ്കീർണതയോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ ആനിമൽസിന്റെ റുഡിമെന്ററി ഇൻഫോർമേഷൻ പ്രോസസ്സിൽ വരുന്നില്ല. സോ അതുകൊണ്ട് ആ ഒരു സെന്റൻസ് വെച്ച് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ആനിമൽസ് ഡു നോട്ട് പൊസസ് ലാംഗ്വേജ് ബിക്കോസ് ഓപ്ഷൻ സി, ദ ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി ഈസ് മിസ്സിംഗ്. കാരണം ആ ഒരു സങ്കീർണത, ആ ഒരു ഹ്യൂമൻ ലാംഗ്വേജ് പോലെയുള്ള കോംപ്ലക്സിറ്റിയോ സൊഫിസ്റ്റിക്കേഷനോ ഒന്നും തന്നെ ഇല്ല. ആനിമൽസ് ഹാവ് എ റുഡിമെന്ററി ഇൻഫോർമേഷൻ പ്രോസസ്. ദേ ഡു നോട്ട് പൊസസ് ലാംഗ്വേജ് ബിക്കോസ് ദ ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി ഈസ് മിസ്സിംഗ്. ഇത്രേ ഉള്ളൂ. ഒരു 2 പ്രാവശ്യം വായിക്കുമ്പോഴേ, ആദ്യം ചിലപ്പോൾ ഒരു പാസേജ് വായിക്കുമ്പോൾ നമുക്ക് എന്താണ് ഒന്നും മനസ്സിലാവില്ല. 2ാമത്തെ പ്രാവശ്യം വായിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഒരു 3rd ടൈം വായിക്കുമ്പോൾ ആൻസേഴ്സ് ഒക്കെ സ്ട്രൈക്ക് ആവും. പിന്നെ ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പാസേജ് തന്നെ വായിച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കാരണത്താൽ ഇപ്പം കോംപ്രിഹെൻഷൻ വായിച്ച് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക. ലാസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ഇതിലേക്ക് വരിക. അങ്ങനെയാണ് നമ്മൾ ടൈം മാനേജ് ചെയ്യുന്നത്. ഇപ്പം പേപ്പർ 1 ഒക്കെ നോക്കി കഴിയുമ്പോൾ ആദ്യം ചിലപ്പോൾ ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യൻസ് ആവാം, ചിലപ്പോൾ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് വരാം. അപ്പം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് അപ്പത്തേക്ക് തന്നെ സ്കിപ്പ് ചെയ്യുക. അടുത്ത ബാക്കി റിമൈനിങ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ടൈം കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ താങ്ക് യു.